നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടപ്പാളിൽ കാർ പുറകോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് കയറിയുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉദിനിക്കര റോഡിൽ താമസിക്കുന്ന മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രു ബിൻത്ത് ജാബിർ. സംഭവത്തിൽ 3 പേർക്ക് പരിക്ക്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡേവിസിന് ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് അപകടം. വരവൂർ തളിയിലെ അറവുമാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി. പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഗുരുവായൂർ ദേവസ്വം മാനക്കോട്ടയിലെ പിടിയാന നന്ദിനി ചെരിഞ്ഞു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആഴ്ചകളായി കിടപ്പിലായിരുന്നു. ഓർമ്മയായത് ഗുരുവായൂർ ഉത്സവത്തിന്റെ പള്ളിവേട്ടയ്ക്കും മാറാട്ടിനും ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണത്തിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന പിടിയാന. വിശദമായ വാർത്തകൾ. എടപ്പാളിൽ കാർ പുറകോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മതിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉദിനിക്കര റോഡിൽ താമസിക്കുന്ന മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രു ബിൻത്ത് ജാബിറാണ് മരിച്ചത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ മടത്തിൽ വീട്ടിൽ ഷാഹിറിന്റെ മകൾ 5 വയസ്സുകാരി ആലിയയെ കോട്ടകൽ മിംസ് ആശുപത്രിയിലും സിത്താര, സുബൈദ എന്നിവരെ എടപ്പാൾ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആലിയയുടെ ആരോഗ്യനില നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 11:30 അപകടം. വീടിനു മുന്നിലുള്ള 10 അടിയോളം വീതിയുള്ള റോഡിലാണ് കാർ നിർത്തിയിരുന്നത്. ജാബിറിന്റെ ബന്ധുവായ യുവതിയാണ് കാർ ഓടിച്ചിരുന്നത്. പ്രായമായ ഉമ്മയെ കയറ്റാൻ കാർ പിറകിലേക്കെടുക്കുകയായിരുന്നു. ഇതിനിടെ നിയന്ത്രണം വിട്ട കാർ സമീപത്തു നിൽക്കുകയായിരുന്നവരെ ഇടിച്ചിട്ട് മതിലും തകർത്തു നീങ്ങി. ഇതോടെ അമ്രു അടക്കമുള്ളവർ കാറിനും മതിലിനും ഇടയിൽപ്പെടുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ഇതേ കാറിൽ എടപ്പാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്രുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റിരുന്ന ആലിയയെ ഉടൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് അമ്രുവിന്റെ പിതാവ് ജാബിർ നാട്ടിലെത്തിയിട്ടുണ്ട്. ജാബിർ സജന ദമ്പതിമാരുടെ ഏക മകളാണ് അമ്രു ബിൻത്ത് ജാബിർ. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് ബന്ധുക്കളെല്ലാം വെള്ളിയാഴ്ച ഇവിടേക്കെത്തിയത്. സൽക്കാരമെല്ലാം കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങവെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം എടപ്പാളങ്ങാടി ജുമാ മസ്ജിദിൽ കബറടക്കി. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:30 പാഴിയോട്ടുമുറി സെന്ററിലായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ പുറകിലൂടെ വന്ന ഗുഡ്സ് വാൻ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന വാഹനമാണ് ഇടിച്ചിട്ടത്. വരവൂർ തളിയിലെ അറവുമാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി. പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ച അറവുമാലിന്യ സംഭരണ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളായ വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി പ്രദേശത്ത് സംഘടിച്ചെത്തുകയായിരുന്നു. പ്ലാന്റിലേക്ക് അറവുമാലിന്യവുമായി വരുന്ന വാഹനം തടയുകയെന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ റോഡിൽ നിലയുറപ്പിച്ചു. ഇതിനിടയിൽ എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിനിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. വീട്ടമ്മമാർ പോലീസുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ സംഘർഷമുണ്ടാകുകയായിരുന്നു. പരാതി ഉന്നയിക്കാൻ എത്തിയ നാട്ടുകാരെ പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ച് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ലാത്തി കൊണ്ടുള്ള പ്രഹരമേറ്റ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കുപറ്റി.
പ്രകോപിതരായ നാട്ടുകാർ പോലീസ് വാഹനം തടയുകയും പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. പിന്നീട് സമരസമിതി നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പോലീസ് അകാരണമായി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ഏകപക്ഷീയമായ പോലീസ് നടപടിക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇൻസ്പെക്ടർ അശ്വിനിക്കുമെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകുമെന്നും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം മാനക്കോട്ടയിലെ പിടിയാന നന്ദിനി ചെരിഞ്ഞു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആഴ്ചകളായി കിടപ്പിലായിരുന്നത് മുമ്പ് പാദരോഗത്തിന്റെ ചികിത്സയിലുമായിരുന്നു. ഗുരുവായൂർ ഉത്സവത്തിന്റെ പള്ളിവേട്ടയ്ക്ക് മാറാട്ടിനും ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണത്തിൽ നന്ദിനി സ്ഥിര സാന്നിധ്യമായിരുന്നു. കടങ്ങോട് മുക്കലപ്പീടിക്ക് സമീപം ഓട്ടോറിക്ഷയിൽ ഗുഡ്സ് വണ്ടി ഇടിച്ച അപകടം. ഓട്ടോറിക്ഷയിൽ നിന്ന് ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഗ്യാസ് ചോർച്ച തടഞ്ഞു. ഉച്ചയോടെ മുക്കിലപ്പീടിക കയറ്റത്തിലാണ് അപകടമുണ്ടായത്. പഴഞ്ഞി അയനൂരിൽ നിന്നും എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്ന CNG ഓട്ടോറിക്ഷയിൽ എതിർദിശയിൽ നിന്നും വന്നിരുന്ന ഗുഡ്സ് വാഹനം ഇടിക്കുകയായിരുന്നു. ഗുഡ്സ് വാഹനം നിയന്ത്രണം വിട്ട് ദിശ മാറി സഞ്ചരിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അയനൂർ കിഴക്കൂട്ട് വീട്ടിൽ ജയന് പരിക്കേറ്റു. ഇയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ നിന്നും ഇന്ധനമായ CNG ഗ്യാസ് ചോർന്നതാണ് പരിഭ്രാന്തി പരത്തിയത്. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സും എരുമപ്പെട്ടി പോലീസും സ്ഥലത്തെത്തി. പരസ്പരം കുരുങ്ങിക്കിടന്നിരുന്ന വാഹനങ്ങൾ തള്ളിമാറ്റി. തുടർന്ന് ഗ്യാസ് ചോർച്ചയടച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ V. കണ്ണദാസ്, P. പവിത്രൻ, S. വിപിൻ, M. റഫീഖ്, ഗോഡ്സൺ ആൽബർട്ട്, വിഷ്ണുദാസ്, പോലീസ് ഓഫീസർമാരായ അജി പനക്കൽ, അഭിലാഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ക്രൈസ്തവ വിശ്വാസികൾ കൊഴുക്കോട്ട ശനി ആചരിച്ചു. വലിയ നോമ്പിന്റെ ഭാഗമായി ഓശാന ഞായറിന്റെ തലേദിവസമായ ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. പെസഹയ്ക്ക് മുൻപ് യേശു ഭക്ഷിച്ച വലിയ വിരുന്നായും ലാസറിനെ ഉയർപ്പിച്ചതിന്റെ സന്തോഷം അറിയിക്കുന്നതുമായാണ് മധുരം നിറച്ച പലഹാരം ഉണ്ടാക്കുന്നതെന്ന് പഴമക്കാർ പറയുന്നു. നനച്ച അരിമാവ് ഉപയോഗിച്ച് കല്ലറയുടെ ആകൃതിയിൽ കുഴച്ച് അതിൽ ചിരകിയ തേങ്ങ, പഞ്ചസാര, ശർക്കര എന്നിവ ചേർത്താണ് പലഹാരം ഉണ്ടാക്കുന്നത്. വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുൻപുള്ള പെത്രത്തോ ഞായറാഴ്ച കള്ളപ്പം, പാതിനോമ്പ് ദിവസം ഉണ്ടാക്കുന്ന ഇൻഡേറിയപ്പം, പെസഹ ദിവസം പാൽക്കുറുക്ക് എന്നിവയും നോമ്പാചരണത്തിനിടയിൽ വിശേഷ വിഭവങ്ങളാണ്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി. ഏപ്രിൽ 4 കൊടിയേറിയ ഉത്സവം 11 വെള്ളിയാഴ്ച ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രക്കുളത്തിൽ ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ തെക്കേടത്ത് ശശീധരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആറാട്ടിന് ശേഷം ക്ഷേത്രത്തിലെത്തി കൊടിയിറക്കി. 25 കലശാഭിഷേകത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 8 ദിവസമായി നടന്നു വന്നിരുന്ന കലാപരിപാടികൾ സമാപിച്ചു. ഞായറാഴ്ച ദേശപൂരം ആഘോഷിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK സുബിത, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ അറിയിച്ചു. പുരാഘോഷം ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ CCTV പ്രാദേശിക ചാനലിലും YouTube ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യും. കൈക്കോർക്കാം ലഹരിക്കെതിരെ. ആർത്താട് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും ടെലിഫിലിം പ്രദർശനവും സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ പ്രിയ സജീഷ് അധ്യക്ഷത വഹിച്ചു. ലഹരിയുടെ കാണാപ്പുറങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാറിൽ കുന്നംകുളം എക്സൈസ് സിവിൽ ഓഫീസർ സോന ഉണ്ണി വിഷയാവതരണം നടത്തി. യോഗത്തിന് T. രാജഗോപാൽ സ്വാഗതവും വായനശാല സെക്രട്ടറി സിന്ധു സുരേഷ് നന്ദിയും പറഞ്ഞു. സെമിനാറിന് ശേഷം കാഴ്ച, അച്ഛൻ്റെ കണ്ണട തുടങ്ങിയ ടെലിഫിലിമുകൾ പ്രദർശിപ്പിച്ചു. തുടർന്ന് ടെലിഫിലിം സംവിധായകരായ സുനിൽ ചൂണ്ടൽ, അനിൽ പറക്കാട് എന്നിവരുമായുള്ള ചർച്ചയും ഉണ്ടായി. കൃഷിയാണ് ലഹരി, സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യവുമായി പുന്നൂർ GMLP സ്കൂളിൽ കൃഷിഭവന്റെയും സ്കൂൾ PTA-യുടെയും ആഭിമുഖ്യത്തിൽ യുവത തോട്ടം ആരംഭിച്ചു. വാർഡ് മെമ്പർ MK അറാഫത്ത്, പ്രധാനാധ്യാപിക ഷെഫി അൻസ്ലാം മാൻഡിസ്, PTA പ്രസിഡന്റ് അഷ്റഫ്, MPTA പ്രസിഡന്റ് അജില ദിനേഷ്, ഹൈറുനീസ, കൃഷി അസിസ്റ്റന്റ് MC ജിമോൻ, യമുന ടീച്ചർ, സജിത ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ. ശുദ്ധജലത്തിനായി നാട്ടുകാർ ആശ്രയിച്ചിരുന്ന ആദൂർ ദേവസ്വം നഗർ കിണറിന്റെ നവീകരണം പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂരിന്റെ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. വർഷങ്ങളായി പ്രദേശത്തുള്ള കുടുംബങ്ങളുടെ ആശ്രയമായിരുന്നു ആദൂർ നഗർ പൊതുകിണർ.
എന്നാൽ കിണറിന്റെ അടിവശം ഇടിഞ്ഞതുമൂലം വലിയ അപകട സാധ്യത നിലനിന്നിരുന്നു. കിണർ ഒന്നിച്ച് മണ്ണിട്ട് തൂർക്കേണ്ട അവസ്ഥയിലായിരുന്നു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഇടപെട്ട് 5 ലക്ഷം രൂപ വകയിരുത്തുകയും കടങ്ങോട് പഞ്ചായത്തുമായി സഹകരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തു. കരാറുകാരൻ കൊണ്ടുവന്ന ജോലിക്കാർ കിണറിന്റെ അപകടാവസ്ഥ കണ്ട് പിന്മാറിയെങ്കിലും പിന്നീട് മറ്റൊരാളെത്തി പണി ഏറ്റെടുക്കുകയും നിർമ്മാണം പൂർത്തിയാക്കുകയുമായിരുന്നു. കടുത്ത വേനലിലും ജലലഭ്യതയുള്ള കിണർ നവീകരിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂരും നാട്ടുകാരും. ഈ കിണർ പൂർവികരായിട്ടുള്ള ആളുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു കിണറാണ്. ഈ പ്രദേശത്തെ ആളുകൾ വെള്ളം കോരി കുടിച്ചിരുന്ന കിണറാണ്. പക്ഷേ ഈ കിണർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ അടിഭാഗം മുഴുവൻ വലിയ തകർച്ച ഇടിഞ്ഞത് മൂലം ഈ കിണർ തന്നെ തൂർക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത്. പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ഇതിലേക്ക് ചളിവാരലും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രവർത്തനങ്ങൾ അക്കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കിണർ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ വകയിരുത്തി കടങ്ങോട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് നമ്മളിപ്പോൾ ഈ പദ്ധതിയുടെ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ കിണർ ഇവിടുത്തെ ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷുവിന് കണി കാണാൻ ഷീജയുടെ പൊന്നിൻ നിറമാർന്ന കണിവെള്ളരി. തൊട്ടതെല്ലാം പൊന്നാക്കിയ ജൈവ കർഷക ഷീജയുടെ കൃഷിയിടത്തിൽ കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടന്നു. ഗുരുവായൂർ നഗരസഭയിലെ ബ്രഹ്മക്കുളം കല്ലായിൽ ഷീജയുടെ വീടിനോട് ചേർന്നുള്ള 10 സെന്റ് കൃഷിയിടത്തിൽ നടത്തിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. മേടപ്പുലരിയിൽ കണ്ണനെ കണി കാണുന്നതിന് വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒരുക്കുന്ന വിഷുക്കണിയിൽ പ്രധാനമാണ് സ്വർണ്ണവർണ്ണമർന്ന വെള്ളരി. ജൈവ കർഷക മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം നേടിയിട്ടുള്ള ഷീജ ഇത്തരം കണിവെള്ളരി കൃഷി ചെയ്യുന്നത് പതിവാണ്. ഈ വർഷം പുരയിടത്തിൽ തന്നെ നടത്തിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ മുരളി പെരുന്നെല്ലി MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ KPA റഷീദ് അധ്യക്ഷനായി. ഡോക്ടർ വത്സലന് കണിവെള്ളരി നൽകിക്കൊണ്ട് MLA ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ, തൈക്കാട് കൃഷി ഓഫീസർ രജീന, സാമൂഹ്യ പ്രവർത്തകരായ CK സദാനന്ദൻ, CJ ബേബി, ഗുരുവായൂർ ഫാർമേഴ്സ് ക്ലബ് അംഗങ്ങൾ, പ്രദേശവാസികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2014 മുതൽ ജൈവ കാർഷിക രംഗത്ത് ശ്രദ്ധേയയായ ഷീജ വർഷത്തിൽ 365 ദിവസവും കൃഷി ചെയ്തു വരുന്ന വ്യക്തിയാണ്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനെടുത്ത ഭൂമിയിലും വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി, പയർ തുടങ്ങിയവയ്ക്കൊപ്പം കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ചോളം, തണ്ണിമത്തൻ തുടങ്ങിയവയും തന്റെ കൃഷിയിടത്തിൽ വിളയിച്ച് കർഷക മേഖലയിൽ തന്റെ വിജയഗാഥ തുടരുകയാണ്. ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി അവധിക്കാല സൗജന്യ യോഗ പരിശീലനം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ ഡിസ്പെൻസറി യോഗ ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ശാലിനി, ഫാർമസിസ്റ്റ് ശ്രീജിത്ത് കുമാർ, യോഗ പരിശീലക KM ധന്യ എന്നിവർ സംസാരിച്ചു. 7 വയസ്സു മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് പരിശീലനം നടത്തുന്നത്. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട് ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മണത്തല പള്ളി മുദ്രിസ് ഹൈദമി അബ്ദുൾ ലത്തീഫ് പ്രാർത്ഥന നടത്തി. മണത്തല പള്ളി മദ്രസ പരിസരത്തു നിന്നും ആരംഭിച്ച റാലിയിൽ നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖല, മണത്തല, തിരുവത്ര, എടക്കഴിയൂർ, കടപ്പുറം, ഒരുമനയൂർ മേഖലകളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുത്തു. കിഴക്കൻ മേഖല റാലി പാലയൂരിൽ നിന്നും പുറപ്പെട്ട് തെക്കേ ബൈപ്പാസ് വഴി നഗരമധ്യത്തിലെത്തി പടിഞ്ഞാറൻ മേഖല റാലിയിൽ ചേർന്നു. താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്നുള്ള യോഗത്തിൽ മണത്തല ജുമാ അത്ത് ഖത്തീബ് ബാദുഷ തങ്ങൾ പ്രാർത്ഥന നടത്തി. കേരള ജമാഅത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മണത്തല മഹല്ല് പ്രസിഡന്റും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ PK ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ബഷീർ ഫൈസി ദേശമംഗലം, സുലൈമാൻ അസ്ഹരി, CH റഷീദ്, നൌഷാദ് അഹമ്മു, അബ്ദുൽ ലത്തീഫ് ഹൈദമി, KM ഉമർ ഫൈസി, ഷിഹാബ് ബാഖവി, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള കരിനിയമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്നും ശക്തമായ പ്രതിഷേധവുമായി കേരളീയ
ജനസമൂഹം വഖഫ് ഭേദഗതിക്കെതിരെ രംഗത്തിറങ്ങുമെന്നും സമ്മേളനം പ്രഖ്യാപിച്ചു. ഞാൻ മരിച്ചുപോയാലും എനിക്ക് ശേഷം ഈ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരത്തിനു വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്തു പോകുന്ന ഒരു സ്വത്താണ് വഖഫ്. അതിൽ നിന്ന് എന്റെ അനന്തരവാസികൾക്ക് അവകാശമില്ല, എന്റെ കുടുംബങ്ങൾക്ക് അവകാശമില്ല, ആർക്കും അവകാശമില്ല. അത് പരിപൂർണമായി ലോകം അവസാനിക്കുന്നത് വരെ എന്തിനു വേണ്ടിയാണോ ഞാൻ വഖഫ് ചെയ്തത് അതിനുവേണ്ടി നിലകൊള്ളും. അതിന്റെ പരിരക്ഷയായിരുന്നു നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ. അതെല്ലാമാണ് കാറ്റിൽ പറത്തിയത്. പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണത്? കാണുന്നതൊക്കെ വഖഫ് ചെയ്യുന്ന അവസ്ഥ ഇതിലൂടെ മാറിക്കിട്ടും. 30-ലധികം മഹലുകളിൽ നിന്നുള്ള വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശുചിത്വ സാഗരം സുന്ദര തീരം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിലെ ബ്ലാങ്ങാട് ബീച്ച്, പുത്തൻകടപ്പുറം, ചെങ്കോട്ട ബീച്ച് എന്നിവിടങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ R. നായർ, മത്സ്യത്തൊഴിലാളികൾ, കൗൺസിലർമാരായ PK കബീർ, ഗിരിജ പ്രസാദ്, ഫിഷറീസ് ഉദ്യോഗസ്ഥർ, കോസ്റ്റൽ പോലീസ് പ്രതിനിധി, ബ്ലാങ്ങാട് ബീച്ച് ലവേഴ്സ് ക്ലബ് വോളണ്ടിയർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ചാവക്കാട്ടെ കരാട്ടെ സ്കൂൾ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബീച്ചിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. പ്ലാസ്റ്റിക്, ചെരുപ്പ്, തെർമോക്കോൾ എന്നിവയടക്കം ബീച്ചിൽ നിന്ന് 500 കിലോഗ്രാമോളം മാലിന്യം നീക്കം ചെയ്യാനായി. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സാഗരം സുന്ദര തീരം 2ാം ഘട്ടം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി കടപ്പുറം പഞ്ചായത്തിൽ അഴിമുഖം മുതൽ മുനക്കക്കട വരെയുള്ള തീരം വൃത്തിയാക്കി. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സമീറ ഷെരീഫ്, ഫിഷറീസ് ഉദ്യോഗസ്ഥൻ സുലൈമാൻ, കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥ മിനി, ഹരിതകർമ്മസേന അംഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തി നടത്തിവരുന്ന ദേവസ്വം പ്രീമിയർ ലീഗ് 3ാം സീസൺ സമാപിച്ചു. 5 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ദേവസ്വത്തിലെ ജീവനക്കാരായ കളിക്കാരെ IPL മാതൃകയിൽ ലേലം വിളിച്ചാണ് ടീമുകൾ തെരഞ്ഞെടുത്തത്. ടൂർണമെന്റിൽ വിജയികൾക്ക് ലഭിക്കുന്ന 10,000 രൂപയും ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘം സ്പോൺസർ ചെയ്യുന്ന ട്രോഫിയും ടീം മാസ്റ്റേഴ്സ് GCC നേടി. റോയൽ ആർമീസ് GVR ആയിരുന്നു ഫൈനലിൽ എതിരാളികൾ. 3ഉം 4ഉം 5ഉം സ്ഥാനങ്ങളിൽ സ്പാർട്ടൻസ് GVR, കിങ്സ് GVR, സ്ട്രൈക്സ് GVR എന്നീ ടീമുകളെത്തി. ഫൈനലിൽ മാസ്റ്റേഴ്സ് GCC 8 ഓവറിൽ 128 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ആംസ് GVRന് 96 റൺസാണ് നേടാനായത്. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി മാസ്റ്റേഴ്സ് GCCയുടെ ക്യാപ്റ്റൻ ഹരിപ്രസാദും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി റോയൽ ആംസിന്റെ സുധീഷും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ബാറ്ററായി മാസ്റ്റേഴ്സ് GCCയുടെ വിജീഷും, മികച്ച ബൗളറായി മാസ്റ്റേഴ്സിന്റെ ഷിത്തുലാലും, മികച്ച ഫീൽഡറായി കിങ്സ് GVRന്റെ പ്രേംജിത്തും, മികച്ച വിക്കറ്റ് കീപ്പറായി മാസ്റ്റേഴ്സ് GCCയുടെ വിജീഷും, എമർജിംഗ് പ്ലെയറായി സ്പാർട്ടൻസ് GVRന്റെ കശ്യപ് കൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ ജില്ലാ സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹി E. സുമേഷ്, ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് നാരായണൻ ഉണ്ണി എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ നൽകി. കടവലൂർ പരുവക്കുന്ന് നൂറുൽ ഹുദ മദ്രസയിൽ പ്രവേശനോത്സവം നടത്തി. സദർ മുവല്ലിം അബ്ദുൾ റഹ്മാൻ ബാക്കവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുലൈമാൻ അസ്ഹരി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് CK സുലൈമാൻ, സെക്രട്ടറി VK ഷഫീഖ്, അബ്ദുൽ ഹമീദ് ബാക്കവി എന്നിവർ സംസാരിച്ചു. മുൻ മഹല്ല് പ്രസിഡന്റ് P. ഹംസ മാസ്റ്റർ മദ്രസ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ഖുർആൻ വിതരണം ചെയ്യുകയും ചെയ്തു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവക ദേവാലയത്തിൽ 40ാം വെള്ളി ആചരിച്ചു. സാൻതോം യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇടവക പള്ളിയിൽ ദിവ്യകാരുണ്യ ആരാധനയും വിശുദ്ധ വാരത്തിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായുള്ള കുമ്പസാരവും നടന്നു. വൈകിട്ട് 5:30 യുവജനങ്ങൾ പങ്കെടുത്ത കുരിശിന്റെ വഴിയും പ്രാർത്ഥനയുടെ പ്രദക്ഷിണവും ആരംഭിച്ച് 7 മണിയോടെ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് 9 മണിവരെ ദിവ്യകാരുണ്യ ആരാധനയും യുവജനങ്ങളുടെ കുമ്പസാരവും തീർത്ഥകേന്ദ്രത്തിൽ നടന്നു. 300ഓളം യുവജനങ്ങൾ പങ്കെടുത്ത 40ാം വെള്ളി ആചരണത്തിനു ശേഷം നേർച്ചക്കഞ്ഞി വിതരണവുമുണ്ടായിരുന്നു. പുതിയതായി നിർമ്മിച്ച 150ഓളം മരക്കുരിശുകളും യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ നിശ്ചല ദൃശ്യങ്ങളുമായി യുവജനങ്ങൾ അണിനിരുന്ന പരിഹാര പ്രദക്ഷിണം ഭക്തി നിർഭരമായി. മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുത്താണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, ജോൺസൺ C. തോമസ്, P.A. സ്റ്റീഫൻ എന്നിവരും സാൻതോം യൂത്ത് മിനിസ്ട്രി സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും
40ാം വെള്ളിയാചരണത്തിന് നേതൃത്വം നൽകി. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കടൽ തീരങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന ശുചിത്വ സാഗരം സുന്ദര തീരം 2ാം ഘട്ട ഏകദിന ശുചിത്വ ക്യാമ്പയിൻ മന്ദലാകുന്ന് ബീച്ചിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അസീസ് മന്ദലാകുന്ന് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ റസീന ഉസ്മാൻ, സലീന നാസർ, കോസ്റ്റൽ പോലീസ് പ്രതിനിധി ബബിൻ, കടലോര ജാഗ്രതാ സമിതി അംഗം TP അബ്ദുൾ റസാഖ്, കുടുംബശ്രീ CDS അംഗങ്ങളായ AV വത്സ, നസീമ മജീദ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ PM നാസർ, KA നവാസ്, PS ഷംറൂദ്, MA ഷഹസാദ്, PR സായുജ്യ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ മനോജ് സ്വാഗതവും ആയിഷ നന്ദിയും പറഞ്ഞു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ക്യാമ്പയിൻ 11 മണിക്ക് സമാപിച്ചു. പുന്നൂർ പഞ്ചായത്ത് 7ാം വാർഡിലെ പനന്തറ കുടിവെള്ള പദ്ധതി നാടിനെ സമർപ്പിച്ചു. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ വെറുതെ ഇതിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അതിൽ ക്ഷേത്രത്തിൻ്റെ പേരുണ്ട്, പിന്നെ ചില ആചാര്യന്മാരുടെ പേരുണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ പേരുണ്ട്. എന്താ നമുക്ക് മനസ്സിലായില്ലേ? വെള്ളത്തിന് എന്തില്ല? ജാതിയില്ല, മതമില്ല, വെള്ളത്തിന്. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര കമ്മിറ്റി അവിയൂർ ചക്കനാത്ത് പറമ്പിൽ 4.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു നൽകിയ കിണറിൽ നിന്നും അകലാട് മൂത്തേടത്ത് ഷംസുദ്ദീൻ ഹാജി സംഭാവനയായി നൽകിയ 3 സെന്റ് ഭൂമിയിൽ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കിണറിൽ നിന്നുമാണ് വെള്ളം വിതരണം ചെയ്യുന്നത്. ഇതിനായി അലി വലിയകത്ത് സംഭാവന നൽകിയ 2 സെന്റ് ഭൂമിയിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച ജലസംഭരണിയിലാണ് വെള്ളം ശേഖരിച്ച് വിതരണം നടത്തുന്നത്. ഇത്തരത്തിൽ സുമനസുകളായ ചിലർ നാടിന്റെ ദാഹമകറ്റാൻ ആത്മാർത്ഥതയോടെ കൈകോർത്തത് നന്മയുടെ മാതൃകയായി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 നടന്ന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ K വിശ്വനാഥൻ മാസ്റ്റർ, AK വിജയൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസ്ന ലത്തീഫ്, വാർഡ് മെമ്പർ ഷെരീഫ കബീർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കുമാർ പാലപ്പെട്ടിയെയും ഷംസുദ്ദീൻ ഹാജി മൂത്തേടത്തിനെയും അലി വലിയകത്തിനെയും പുന്നൂർ പഞ്ചായത്ത് ആദരിച്ചു. NK അക്ബർ MLA ഉപഹാരം സമർപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും AC ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രാസനായി എത്തിയ മധ്യവയസ്കൻ ലോഡ്ജിൽ കുഴഞ്ഞു വീണ് മരിച്ച നിലയിൽ മലപ്പുറം പരപ്പനങ്ങാടി ഉള്ളാനം മണ്ണാറക്കൽ തെക്കേപുരക്കൽ വീട്ടിൽ 56 വയസ്സുള്ള സുഭാഷാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് സംഭവം. ഗുരുവായൂർ പടിഞ്ഞാറനടയിലെ ശ്രീജ ലോഡ്ജിലെ മുറിയിലാണ് ഇയാളെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ലോഡ്ജ് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് 108 ആംബുലൻസിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെത്തി മരണം സ്ഥിരീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കമ്പൽ പഞ്ചായത്തിലെ ഉല്ലാസ് 52 നമ്പർ അംഗൻവാടിയിലെ ബാലമേള നടന്നു. അയനൂർ ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന മേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർ മേഴ്സി മേക്കാട്ടുകുളം അധ്യക്ഷയായി. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,770 രൂപ, സ്വർണം പവന് 70,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചർമ്മം ചൂണ്ടൽ പരേതനായ പുളിക്കൽ ശങ്കുരു മകൻ ലോഹിതാക്ഷൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സതി ഭാര്യയും ജിതീഷ്, ലിജി എന്നിവർ മക്കളുമാണ്. മണത്തല പുളിച്ചിറക്കെട്ടിനടുത്ത് റിട്ടയർഡ് ഹവിൽദാർ ആലുങ്ങൽ വാസു നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തൃശൂർ ജില്ലാ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് അംഗമായിരുന്നു. പരേതയായ വിജയലക്ഷ്മി ഭാര്യയും ജയൻ, വിനയൻ, നിവേദിത എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. എടപ്പാളിൽ കാർ പുറകോട്ടെടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉദനിക്കര റോഡിൽ താമസിക്കുന്ന മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രു ബിൻത്ത് ജാബിർ. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു.
എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് വാൻ ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ ഡേവിസിന് ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വരവൂർ തളിയിലെ അറവുമാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി. പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന സമരം നടത്തി. ഗുരുവായൂർ ദേവസ്വം മാനക്കോട്ടയിലെ പിടിയാന നന്ദിനി ചരിഞ്ഞു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആഴ്ചകളായി കിടപ്പിലായിരുന്നു. ഓർമ്മയായത് ഗുരുവായൂർ ഉത്സവത്തിന്റെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണത്തിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന പിടിയാന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.